വയനാട് കേണിച്ചിറ എടക്കാട് പശുവിനെ ആക്രമിച്ചു കൊന്ന കടുവയെ പിടികൂടാൻ ശ്രമം തുടരുകയാണ്. ഇന്നലെ വൈകിട്ടാണ് കടുവയ്ക്ക് വേണ്ടി കൂട് സ്ഥാപിച്ചത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയാണ്. അപ്പം ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടിച്ചു കൊണ്ടുപോകണം. കൂട് വെച്ചിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം കൂട് വെച്ചു. അല്ല, 2 ദിവസമായി. ഇപ്പോൾ ഇന്നലെ വെച്ചാണ് കൂട്. 2 പ്രാവശ്യം കൂട് അടയുകയുള്ളൂ. ഇതിനെ ഞങ്ങളെ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ഇതിനെ ഒന്നിൽ മയക്കുവെടി വെച്ച് പിടിക്കണം. അല്ലാതെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടില്ല. ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് രാത്രി 10:30 ആയപ്പം ആന ഇതിലെ പാസ് ചെയ്തിട്ട് ഞങ്ങളുടെയൊക്കെ വീട് മേളിലാണ്. അവിടെ എത്തുകയും അന്നേരമാണ് ഇവിടെ ഷട്ടർ വീഴുന്ന ശബ്ദം കേട്ട് ഇങ്ങോട്ട് രാത്രി വരികയും അപ്പോൾ അവിടെ ആനയും ഇവിടെ കടുവയും എല്ലാവരും സാധാരണക്കാരാണ്. ഇവർക്ക് ബസ്സിൽ കയറിയിട്ട് സ്റ്റോപ്പിലെത്തിയിട്ട് 1 കിലോമീറ്റർ നടന്ന് കാപ്പിത്തോട്ടത്തിനിടയ്ക്ക് ഇവിടെയൊക്കെ നടന്നിട്ടാണ് റോട്ടിൽ കൂടെ നടന്ന് ബസ്സിൽ കയറിയിട്ടാണ് ഇവർ സ്കൂളിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിനെ വെടി വെച്ച് പിടിച്ച് എത്രയും വേഗം നാട്ടുകാരുടെ ഭീതി അകറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, നാട്ടുകാരുടെ ഈ ആവശ്യത്തോടുള്ള വനംവകുപ്പിന്റെ പ്രതികരണം എങ്ങനെയാണ്? അനുജ, കേണിച്ചിറയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. കൂട് സ്ഥാപിച്ച ശേഷം 2 തവണ കടുവ ഈ പ്രദേശത്ത് തന്നെ എത്തിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഈ കൂട് അടയുകയും ചെയ്തു. പക്ഷേ കടുവ കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനം വകുപ്പ് 2 ക്യാമറകൾ ഇന്നലെ രാത്രി തന്നെ ഈ മേഖലയിൽ സ്ഥാപിച്ചിരുന്നു. ഈ ക്യാമറ നിലവിൽ വനം വകുപ്പ് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഈ കടുവ നിലവിൽ അവശനാണ്, മാത്രമല്ല പ്രായം ഉള്ള ഒരു കടുവയാണ് എന്നാണ് നിലവിൽ വനം വകുപ്പിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് ഈ പ്രദേശം വിട്ടു പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് വ്യാഴാഴ്ച വൈകിട്ട് ഈ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീണ്ടും ഈ പശുവിന്റെ ജഡം ഭക്ഷിക്കാനായി വീണ്ടും ഈ പ്രദേശത്തേക്ക് എത്തിയത്. അതുകൊണ്ട് ഇന്ന് പകലും ഈ കടുവ ഈ പ്രദേശത്ത് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത്. അതുകൊണ്ട് ശക്തമായ സംഭവങ്ങൾ, അതായത് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതേസമയം നാട്ടുകാരുടെ പ്രതികരണവും പ്രധാനപ്പെട്ട കാര്യമാണ്. വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്, പക്ഷേ തുടർച്ചയായി ഈ കടുവയും ആനയും ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഇറങ്ങുന്നുണ്ട്. ഫെൻസിംഗ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഉണ്ടെങ്കിലും ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുന്നത് തടയാൻ വനം വകുപ്പിനാകുന്നില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന ആവശ്യം കൂടിയാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അനുജ, വയനാട് കേണിച്ചിറ എടക്കാടാണ് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് തത്കാലത്തേക്ക് വനം വകുപ്പ്.